കൈലാഷ് സാറ് നമ്മളെ കണ്ടാലേ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കും. കൈലാഷ് സാറിനെ എന്തിനാ പേടിക്കുന്നേ? എന്തിനാ ഇവിടെ നിൽക്കുന്നെന്ന് ചോദിച്ചാ സത്യം പറയണം, അത്ര തന്നെ. എന്ത് സത്യം? എന്റെ കൂടെ സ്റ്റോർ റൂമിൽ വരാൻ മടിച്ചിട്ടാണ് നീ ഇവിടെ നിൽക്കുന്നതെന്ന്? അതോ അജ്ഞാതനായ ഗന്ധർവനെ കാണാൻ വേണ്ടിയാണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന്? അതറിഞ്ഞ ഇന്നേ വരെ നേര് കണ്ടിട്ടില്ലാത്ത ഒരാളെ നീ എന്ത് ധൈര്യത്തിലാ സ്നേഹിക്കുന്നതെന്ന് ചോദിച്ച് കൈലാഷ് സാറ് നിന്നോട് ദേഷ്യപ്പെടും. എന്നിട്ട് ആ ഗന്ധർവനെ കണ്ടുപിടിച്ച് പോലീസിലേൽപ്പിക്കും. പെൺകുട്ടികൾക്ക് സമ്മാനങ്ങൾ അയച്ചു കൊടുക്കുകയും ഊമക്കത്ത് അയക്കുകയും ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ എപ്പോഴും സഹായിക്കുന്ന ഗന്ധർവൻ ജയിലിൽ കിടക്കേണ്ടി വരുന്നതിൽ നിനക്ക് ഒരു വിഷമവും ഇല്ലെങ്കിൽ നീ കൈലാഷ് സാറിനോടെല്ലാം തുറന്നു പറഞ്ഞു. ഞാൻ ഇയാളുടെ കൂടെ സ്റ്റോർ റൂമിലല്ല, ഏത് നരകത്തിൽ വേണേലും വരാം. നടക്ക്. എന്താ അവിടെ തന്നെ നിന്നളഞ്ഞത്? കേറി വാ. സ്റ്റോർ റൂമിൽ വന്നാ നിനക്ക് നിന്റെ ഗന്ധർവനെ കാണാം. ഇല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ അന്വേഷിച്ച് നടന്നാലും നിനക്കൊരിക്കലും നിന്റെ ഗന്ധർവനെ കാണാൻ കഴിയില്ല. ഞാൻ ഇവിടെ വരെ വന്നില്ലേ? ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഗന്ധർവനോട് പോയി പറ. ഇങ്ങോട്ട് വരാൻ പറ. ഇവിടെ വരെ വന്നിട്ട് അവൾ എന്താ എന്റെ അടുത്ത് വരാത്തതെന്ന് ചോദിച്ചാ ഞാൻ എന്താ പറയാ? നിനക്ക് എന്റെ കൂടെ ഒറ്റയ്ക്ക് വരാൻ പേടിയാണെന്ന്? അതിന്റെ കുറച്ചിൽ എനിക്ക് തന്നെയല്ലേ. ഇനി ഞാൻ നിന്നെ നിർബന്ധിക്കില്ല. തൊട്ടടുത്തവരെ എത്തിയിട്ടും ഗന്ധർവനെ കാണാതെ തിരിച്ചു പോവാൻ നിനക്ക് മനസ്സ് വരുമെങ്കിൽ നീ പൊയ്ക്കോ. ഗന്ധർവന്റെ പേരും പറഞ്ഞ് ഇയാളെന്നോട് തെമ്മാടിത്തരം കാണിക്കാനുള്ള പുറപ്പാടാണെങ്കിൽ ഈ സ്റ്റോർ റൂമിൽ വെച്ചായിരിക്കും അയാളുടെ അവസാനം. എവിടെ? കാണിച്ചു തരാം. അതിനു മുമ്പ് ഗന്ധർവനൊരു സംശയമുണ്ട്. അത് നിന്നോട് ചോദിക്കാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക. അതിന്റെ ഉത്തരം അറിഞ്ഞാലേ നിന്റെ മുന്നിൽ പ്രത്യക്ഷനാവണോ വേണ്ടയോന്ന് ഗന്ധർവൻ തീരുമാനിക്കൂ. എന്ത് സംശയം? നിനക്കയാളെ അറിയാം, നന്നായിട്ടറിയാം. ഗന്ധർവനെന്ന് നീ അയാളെ വിളിക്കുന്നുണ്ടെങ്കിലും ഗന്ധർവനെ പോലെ അയാളത്ര സുന്ദരനൊന്നുമല്ല. അതൊന്നും കുഴപ്പമില്ല. എന്റെ കണ്ണിൽ അയാൾ സുന്ദരൻ തന്നെയായിരിക്കും. സൗന്ദര്യം മാത്രമല്ല പ്രശ്നം. നേരിട്ട് കാണുമ്പോ ആളിത്തിരി വശപ്പശ കാണുന്ന നിനക്ക് തോന്നിയാലോ? ആ ഒരു പേടിയും ഗന്ധർവനുണ്ട്. വശപ്പശകെന്ന് പറഞ്ഞോ? അയാളുടെ സ്വഭാവം അത്ര ശരിയല്ലെന്ന്. നേരിട്ട് കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. അയാളുടെ സ്വഭാവം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ശമ്പളക്കാശ് നഷ്ടപ്പെട്ടപ്പോ ഞാൻ കരഞ്ഞത് കണ്ടിട്ട് അയാൾക്ക് സങ്കടം വന്നില്ലേ? മറ്റൊരാളുടെ കരച്ചില് കണ്ടിട്ട് സങ്കടം വന്നെങ്കില് അയാളുടെ മനസ്സ് നല്ലതാ. ഒരുപാട് കഷ്ടപ്പെട്ട് ആ കാശ് വീണ്ടെടുത്ത് അയാൾ എനിക്ക് തന്നില്ലേ? നല്ല മനസ്സുള്ളവർക്കേ അതിന് കഴിയൂ. അത് മാത്രല്ല, അയാൾ എഴുതിയ ഒരെഴുത്തിലും തെറ്റായ ഒരു വാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല. അയാളുടെ സ്വഭാവം ശരിയല്ലെന്ന് ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. കാണാൻ എങ്ങനെയാണെങ്കിലും അയാളെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അയാൾ എന്റെ ഗന്ധർവൻ തന്നെയാണെന്ന് നിങ്ങൾ അയാളോട് പോയി പറയേ. എന്നിട്ട് എത്രയും വേഗം എന്റെ മുൻപിൽ വരാൻ പറയേ. എനിക്ക് അകത്ത് നിൽക്കാൻ എനിക്ക് വയ്യ, വട്ടുപിടിക്കും. പാറു, ഞാൻ തന്നെയാ നിന്റെ ഗന്ധർവൻ. പക്ഷെ ഞാനത് പറഞ്ഞ നീ വിശ്വസിക്കില്ലല്ലോ. നിന്റെ കയ്യിലുള്ള ലോക്കറ്റിന്റെ പകുതി എന്റെ കൈ കണ്ട നീ വിശ്വസിക്കോ? ഗന്ധർവനെ കാണാൻ പോയി പാറുവിനെ കാണാനില്ലല്ലോ. ഗന്ധർവൻ അവളെയും കൊണ്ട് ദേവലോകത്തേക്ക് മുങ്ങിയോ? എന്നാലും ആരായിരിക്കും അയാൾ? ആരായാലും ആളൊരു ശുദ്ധനാ.
അതുകൊണ്ടാ തനി നാട്ടിൻപുറത്തുകാരിയ പാറുവില് കണ്ണുടക്കിയത്. ആ പാറു വരുമ്പോ അറിയാം. അയ്യോ, പേടിക്കണ്ട, കറണ്ട് പോയതാ. ഞാൻ നോക്കട്ടെ. ഇതാരാ ഓഫ് ചെയ്ത? ആരാ ഓടിപ്പോയത്? എന്താ? പാറു, നീ വിചാരിക്കുന്ന പോലെ ഒരു പെണ്ണല്ല ഞാൻ. ഇത്രയും വഷളത്തരം നിന്റെ കയ്യിലുണ്ടെന്ന് ഞാൻ കരുതിയില്ല. തെമ്മാടി. ഇതിനു വേണ്ടിയല്ലേ ഗന്ധർവൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് നീ എന്നെ സ്റ്റോർ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്? നിനക്ക് ആള് മാറിപ്പോയി. പാറു, പാറു, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ എന്നെ ഒന്ന് വിശ്വസിക്ക. ഞാനല്ല, ഞാൻ നിന്നെ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഇവിടെ വേറെ ആരോ ഉണ്ടായിരുന്നു. എന്നെ കയറി പിടിച്ചത് ഗന്ധർവനാണെന്നായിരിക്കും നീ പറഞ്ഞു വരുന്നത്. മുന്നിന് മാറ്, ഇല്ലെങ്കിൽ പാറു ശരിക്കും ചട്ടമ്പി പാറു ആവും. മാറി നിൽക്കാനാ പറഞ്ഞത്.